നമസ്കാരം. യൂറോ മലയാളി ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം. അയർലൻഡിൽ വിദേശ ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർക്ക് പ്രതിവർഷ ശമ്പളം 30,000 യൂറോ എന്ന സ്കെയിൽ ജനുവരി 17, 2025 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 2024 എടുത്ത തീരുമാനങ്ങൾ പല കോർപ്പറേറ്റുകളുടെയും പ്രതിഷേധം മൂലം നിർത്തിവെച്ചിരുന്നപ്പോൾ അവർക്കുള്ള ശമ്പള വർധനവിൻ്റെ തീരുമാനം ഈ വരുന്ന ജനുവരി 17 മുതൽ 27,000 യൂറോ വാർഷിക ശമ്പളം എന്നതിൽ നിന്ന് 30,000 യൂറോ ആക്കി ഉയർത്തിയിരിക്കുകയാണ്. ഈ മാറ്റം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമായി ജോലി ചെയ്യുന്നവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്നാൽ ഇതുവരെയും മറ്റ് ജനറൽ വർക്ക് പെർമിറ്റ് കാറ്റഗറിയിൽപ്പെട്ടവരുടെ 34,000 യൂറോ വാർഷിക ശമ്പളം എന്ന ആ ലെവലിലേക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരുടെ ശമ്പള സ്കെയിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഈ പുതിയ ശമ്പള നിരക്ക് ജനുവരി 17 ശേഷം മാത്രം അപേക്ഷിക്കുന്നവർക്കും, പുതിയ പെർമിറ്റിനായിട്ട് അപേക്ഷിക്കുന്നവർക്കും ജനറൽ വർക്ക് പെർമിറ്റ് പുതുക്കുന്നവർക്കും മാത്രം ബാധകമായിരിക്കും. നിലവിൽ പെർമിറ്റ് വാലിഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ പെർമിറ്റ് പുതുക്കുന്ന സമയത്ത് മാത്രമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം ഫാമിലി റീയൂണിഫിക്കേഷനായിട്ട് ഈ ശമ്പളം മതിയാവുമോ എന്നുള്ളതാണ്. നിലവിൽ ജീവിത പങ്കാളിക്ക് മാത്രം ഫാമിലി റീയൂണിഫിക്കേഷൻ, ഫാമിലി വിസ അനുവദിക്കണമെങ്കിൽ മിനിമം 32,000 യൂറോ വാർഷിക വരുമാനമാണ് ആവശ്യമായിട്ടുള്ളത്. പങ്കാളിയും ഒരു കുട്ടിയും ആണ് വരുന്നതെങ്കിൽ 35,000 യൂറോ ആണ് നിലവിലെ മിനിമം സ്കെയിലായിട്ട് കാണിക്കുന്നത്. എന്നാൽ ഒന്നിലധികം കുട്ടികളുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരുന്നതിനായിട്ട് ഈ വർധനവുകളും ഈ തോതുകളും വളരെ അപര്യാപ്തമാണ്. ചെറിയൊരു മുന്നേറ്റമാണെങ്കിൽ കൂടെ പോലും, പ്രതീക്ഷകൾ ഉണർത്തുന്നുണ്ടെങ്കിൽ പോലും, ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരുടെ അവരുടെ കുടുംബത്തിനോടൊപ്പം അയർലൻഡിൽ സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം കഴിയുവാനായിട്ടുള്ള അവസരം ഇനിയും വന്നു ചേരുമോ എന്നുള്ളത് നോക്കിയിരുന്ന് കാണേണ്ട ഒന്നാണ്.